ഹലോ മക്കളെ, ഒരു 2 months സ്റ്റഡി ചാലഞ്ച് തന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? സാധാരണ നമ്മൾ 20 days 10 days എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റഡി ചാലഞ്ച് തരിക. പക്ഷേ നമുക്കൊന്ന് കുറച്ച് ഡിഫറൻ്റ് ആയി പഠിക്കാം. കാരണം ഈ 20 days 10 days എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ തൊട്ട് മുൻപ് മാത്രം പഠിച്ച് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്റ്റഡി ചാലഞ്ചാണ്. നിങ്ങൾക്കറിയാം, +2 ഇനി അങ്ങോട്ട് അത് നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പരീക്ഷയുടെ ലെവലൊക്കെ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ഈ 10 ദിവസം 20 ദിവസത്തിനൊന്നും വലിയ കഥ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി സ്റ്റഡി ചാലഞ്ച്. സിമ്പിൾ സ്റ്റഡി ചാലഞ്ചാണ്, എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് സിൻസിയറായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഈ വർഷത്തെ ഓണപരീക്ഷയും അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിലും നല്ലൊരു മാർക്ക് കിട്ടാൻ നിങ്ങളെ സഹായിക്കും. എന്താണ് സാർ സ്റ്റഡി ചാലഞ്ച്? വളരെ സിമ്പിളാണ്. ഓരോ സബ്ജക്റ്റിലും ഞാൻ കുറച്ച് ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് തരും. വെള്ള കളറിൽ എഴുതിയ ചാപ്റ്ററിൻ്റെ ലിസ്റ്റാണ്. അത് നമ്മൾ 2 മാസം കൊണ്ട് തീർക്കുന്നു. 2 മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം മെയ് ആയി, ജൂണ്, ജൂലൈ. ജൂലൈ പകുതിയോടുകൂടെ, അതായത് ജൂലൈ 15 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ചാപ്റ്റർ തീർക്കും. അതായത് ഫിസിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 1 2 3 4 ചാപ്റ്റർ നമ്മൾ പഠിച്ച് തീർത്തേ പറ്റുള്ളൂ. മഞ്ഞ കളർ കൊടുത്തത് ഓപ്ഷണലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉയരെ ബാച്ചിൽ പഠിക്കുന്നവർ നിങ്ങളുടെ ഇത് ഓട്ടോമാറ്റിക്കലി തീരും 5 ചാപ്റ്റർ. പക്ഷെ 4 എണ്ണം നമ്മൾ മിനിമം തീർക്കുന്നു. കെമിസ്ട്രിയിൽ ഇതേപോലെ 4 ചാപ്റ്റർ, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, DNF ബ്ലോക്ക്. ഓപ്ഷണലായിട്ട് ഇത് ഓപ്ഷണലായിട്ട് കണ്ടാൽ മതി, പേടിക്കേണ്ട ആവശ്യമില്ല. ഓണം എക്സാം സിലബസിലും ഇല്ല. മാത്സിൽ, ബയോളജിയിൽ മഞ്ഞ വേണ്ട, കമ്പ്യൂട്ടർ സയൻസിൽ ഇത്രയും ചാപ്റ്റർ 2 മാസം കൊണ്ട് ജൂലൈ 15 നിങ്ങൾ തീർക്കാൻ പറ്റിയെങ്കിൽ മക്കളെ, ഒന്ന്, നിങ്ങൾ ഈ 2 months സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ ജയിച്ചു. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഓണപരീക്ഷയുടെ സിലബസ് നിങ്ങൾ ജൂലൈ 15 പഠിച്ചു തീർന്നു. പിന്നെ റിവൈസ് ചെയ്താൽ മതി. കാരണം ഇതാണ് ഓണപരീക്ഷയുടെ സിലബസ്, വെള്ള കളർ കൊടുത്തിരിക്കുന്ന സാധനം. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോയാൽ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ്? +2 പബ്ലിക് എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടണം എന്നുള്ള കാര്യം. നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോ ഡെഫിനിഷൻ ആയിരിക്കും ഉണ്ടാവും. ചിലവർക്ക് ഇപ്പോൾ എന്താണ്, +1 60% കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ 78%, 79%, 80% ഒക്കെ ആയിരിക്കും. അല്ലാത്ത ചില പക്ഷം കുട്ടികൾക്ക് 90% ആയിരിക്കും. സ്റ്റാൻഡേർഡ് നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 90% ആയിരിക്കും. ഈ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് വെച്ചാൽ, ഈ 90% മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞ ഒരു ഗോൾ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ചെറിയ പ്രശ്നമുണ്ട്. നല്ലതാണ്, അങ്ങനെ 90% വേണം, അങ്ങനെ ഒരു ആഗ്രഹം നല്ലതാണ്. പക്ഷെ അതൊരു ഗോളാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇല്ല. കാരണം എന്താണ്? അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുന്നുള്ള കാര്യം നിങ്ങളുടെ കൺട്രോളിലാണോ? അല്ല. അത് നിങ്ങൾക്ക് എന്താ കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ കൺട്രോളിലാണ്. എന്ത്? ഈ 2 months ടൈമിൽ, ഈ 2 മാസത്തിൽ ഞാൻ ഈ തന്നിരിക്കുന്ന ഓരോ സബ്ജക്റ്റിലും 4 ചാപ്റ്ററൊക്കെ വീതമുള്ള ഈ സ്റ്റഡി ചാലഞ്ച് തീർക്കുക എന്നുള്ള കാര്യം നിങ്ങളുടെ കൺട്രോളിലാണ്. ഫിസിക്സിൽ ഈ 4 ചാപ്റ്റർ തീർക്കുക വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കൺട്രോളിലാണ്. നിങ്ങൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 4 ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അതേപോലെ കെമിസ്ട്രിയിൽ ഈ 4 ചാപ്റ്റർ നിങ്ങളുടെ കംപ്ലീറ്റ് കൺട്രോളാണ്. അപ്പം നമ്മുടെ കൺട്രോളുള്ള കാര്യം എന്താണ്? ഈ 2 months സ്റ്റഡി ചാലഞ്ച് തീർക്കുക എന്നാണ്. അത് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ 90% മാർക്ക് കിട്ടേണ്ട ആ ഒരു ഗോളിലേക്ക് അത് ഹെൽപ്പ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഓക്കെ, ഒരു ലോങ് ടേം ഒരു വിഷൻ എന്ന രീതിയിൽ നിങ്ങൾ 90% മാർക്കോ എന്തോ മാർക്ക് വെച്ചോ. പക്ഷെ കുറച്ചും കൂടി കൺട്രോളുള്ള കാര്യം എന്താണ്? നമുക്ക് ഈ 2 മാസത്തിൽ ഇത്രയും ചാപ്റ്റർ തീർക്കുക, ഈ സ്റ്റഡി ചാലഞ്ച് പൂർത്തിയാക്കാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഈ ഗോളിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയാണെന്നുള്ള സത്യം കൂടി മനസ്സിലാക്കാം. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഈ 2 months ചാലഞ്ച് സെറ്റ് ചെയ്തിട്ട് ഇത് തീർക്കാൻ വേണ്ടി നോക്കാം. ജൂലൈ 15 നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഞാൻ ചോദിക്കും എത്ര ആൾക്കാർ ഇത് തീർത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാലഞ്ച് നിങ്ങൾ ശരിക്കും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സാർ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലോട്ട് കമൻറ്റ് ഇട്ടേക്ക്. നമുക്ക് അടിച്ച് പൊളിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ.